കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ തുടക്കം മുതലെടുത്തൊരു നിലപാടുണ്ട്. ഈ നിയമത്തിൻ്റെ സങ്കീർണതകൾക്കൊക്കെ പുറത്ത് ഏത് സാധാരണക്കാരനും സുവ്യക്തമായി സുദൃഢമായി മനസ്സിലാകാവുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ലോക്സഭയിൽ വളരെ തുടക്കത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ വർഷത്തിൽ ഒരിക്കൽ ശബരിമലയിൽ പോകുന്ന ആളാണ്, ഞാൻ മാസത്തിൽ ഒരിക്കൽ ഗുരുവായൂരിൽ പോകുന്ന ആളാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഹിന്ദുവല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് അംഗമാകാൻ കഴിയുന്നത്? അത് വളരെ കൃത്യമായ സാധാരണക്കാരനെ സ്പർശിക്കുന്ന ലോജിക്കാണ്. ഇവിടെ സംഘപരിവാർ പ്രതിനിധി ശങ്കുട്ടി ദാസ് പറഞ്ഞത് ഇത് വിശ്വാസപരമായ പ്രശ്നമല്ല എന്നാ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദേവസ്വവുമായി ബന്ധപ്പെട്ട ഗുരുവായൂരപ്പ വിശ്വാസികളായ ആളുകളുടെ സ്വത്തുക്കൾ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത്, ആ നീതി, അതേ അവകാശം മുസ്ലിം വിശ്വാസികൾക്ക് കിട്ടണമെന്ന് പറയുന്ന നീതിയുടെ പ്രശ്നമാണിത്. ഇത് നീതിയുടെ മാത്രം പ്രശ്നമാണ്. ഇതൊരു മുസ്ലിം പ്രീണനത്തിന്റെ വിഷയമേ അല്ല. എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും ഒരു ബഹുസ്വര വിശ്വാസി സമൂഹത്തിൽ വിശ്വാസങ്ങളെല്ലാം മാനിക്കപ്പെടണമെന്ന ഇവിടെ ഷാഫി ചാലിയും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. 5 വർഷം ഒരാൾ ആണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എങ്ങനെയാണ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുക? ഇവിടെ ബഹുമാന്യനായ ഒരു ക്രിസ്ത്യൻ പുരോഹിതനുണ്ട്, അദ്ദേഹം അംഗീകരിക്കുമോ 5 വർഷം ഒരാൾ ക്രിസ്ത്യാനിയാണോ? ഒരാൾ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ഹീസ് എ ക്രിസ്ത്യൻ ഫോർ ഓൾ. വൺസ് ഒരാൾ ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞാൽ, മുസ്ലിം ആയിക്കഴിഞ്ഞാൽ ആ വിശ്വാസം തീരുമാനിക്കാനുള്ള അവകാശം ഇവിടുത്തെ ഗവൺമെന്റിനല്ല, വില്ലേജ് ഓഫീസർക്കല്ല, തഹസിൽദാർക്കല്ല, ഇവിടുത്തെ ജില്ലാ കളക്ടർക്കല്ല. ഈ വിശ്വാസത്തിന് മേലുള്ള അധിനിവേശത്തെ ഇൻവേഷൻ ഓൺ ബിലീഫ് അല്ലെങ്കിൽ വയലേഷൻ ഓഫ് ബിലീഫ്, വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണം, വിശ്വാസത്തിന് നേരെയുള്ള ഈ പറയുന്ന യുദ്ധപ്രഖ്യാപനത്തെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം വേണം. ഇവിടെ വളരെ നിരന്തരം ഇവിടെ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങളോട് അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞങ്ങൾ തള്ളിക്കളയാണ്. പക്ഷേ ഇവിടെ ക്രിസ്ത്യൻ ജനസാമാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു. മുനമ്പത്തെ കേന്ദ്രീകരിച്ച് മുനമ്പം പ്രശ്നത്തിൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് വളരെ കൃത്യമാണ്. സംഘപരിവാറിനെ സംബന്ധിച്ച് ഇവിടെ വിവിധ വിശ്വാസികളുടെ ബഹുസ്വരതയുടെ കാര്യത്തിൽ ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനം നടക്കുമ്പോഴോ ഭരണഘടന നിർമ്മിക്കുമ്പോഴോ ഒരു പങ്കും അവകാശപ്പെടാനില്ലാത്ത ആളുകളാ. ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിൽ ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ആളുകളാ. ഈ രാജ്യത്ത് വിഭജിക്കാനുള്ള വലിയ പരിശ്രമമാണ് സംഘപരിവാർ നടക്കുന്നത്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്തിനു വേണ്ടിയായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഒരു ചർച്ചയിൽ എല്ലാം കൂടി ഒതുക്കാൻ പറ്റില്ലല്ലോ. അല്ല ഞാൻ വഖഫുമായി പറയുമ്പോൾ ഗാന്ധിയെ കുറിച്ച് പറയണം അഭിലാഷേ. ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈയടക്കുന്നതിനെതിരെയുള്ള രക്തസാക്ഷിത്വമായിരുന്നു ഗാന്ധിയുടെ. ആ ഗാന്ധി വധിക്കപ്പെടാനുള്ള കാരണം ഇതായിരുന്നു. ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഗാന്ധിയൻ നിലപാട് തറയിൽ നിന്നാണ്, നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ് അടിസ്ഥാനത്തിലാണ്. അതൊരു മതപ്രീണനമല്ല. എല്ലാ വിശ്വാസികൾക്കും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും വിശ്വാസത്തിന്റെ പേരിലുള്ള അധിനിവേശം അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന സാമാന്യ നീതിയുടെ കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അൺകോംപ്രമൈസിംഗ്ലി, അൺഡൗട്ടഡ്ലി ഈ കാര്യത്തിൽ ഇവിടെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. മുനമ്പത്തിന്റെ കാര്യത്തിലും അവിടുത്തെ സാധാരണക്കാരുടെ കാര്യത്തിലും ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. പക്ഷേ അത് ഈ വഖഫിന്റെ പേരിൽ മുസ്ലിം വിദ്വേഷം പടർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ഇരവൽക്കരിച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അത് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും.